കാണാതായ മൊബൈൽ ഫോൺ അബുദാബിയിൽ നിന്ന് കണ്ടെത്തി മട്ടന്നൂർ പോലീസ്. 1 വർഷം മുൻപാണ് കണ്ണൂർ സ്വദേശിയായ സുമയ്യയുടെ മൊബൈൽ ഫോൺ കാണാതായത്. കോഴിക്കോട് വച്ചാണ് സുമയ്യയുടെ മൊബൈൽ ഫോൺ കാണാതാവുന്നത്. സുമയ്യ നൽകിയ പരാതിയെ തുടർന്നാണ് മട്ടന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചത്. 1 വർഷത്തോളമായി നടന്ന പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് ഫോൺ കണ്ടെത്തിയത്. നഷ്ടപ്പെട്ട ഫോൺ വിദേശത്തായതിനാലും വളരെ അപൂർവമായി മാത്രം സ്വിച്ച് ഓൺ ചെയ്യുന്നതിനാലും പോലീസിന് വിവരങ്ങൾ ലഭിക്കുന്നത് പ്രയാസകരമായിരുന്നു. എന്നാൽ മട്ടന്നൂർ പോലീസിന്റെ നിരന്തരമായ നിരീക്ഷണത്തിനൊടുവിൽ ആ ഫോണിലേക്ക് നാട്ടിൽ നിന്ന് ഒരു കോൾ എത്തിയതിന് അന്വേഷണത്തിൽ നിർണായകമായി. ആ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഫോണിന്റെ പുതിയ ഉടമയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. മലപ്പുറം തിരൂരിലെ ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ നിന്നാണ് പുതിയ ഉടമ ഈ ഫോൺ വാങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തി. നിലവിൽ അബുദാബിയിലുള്ള ഇദ്ദേഹത്തെ പോലീസ് നേരിട്ട് ബന്ധപ്പെടുകയും ഫോൺ നഷ്ടപ്പെട്ടതാണെന്ന വിവരം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് പോലീസ് നിർദ്ദേശപ്രകാരം ഫോൺ ഉടമയുടെ അബുദാബിയിലുള്ള ബന്ധുവിന് കൈമാറി. മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ SHO A ബിനുവിന്റെ മേൽനോട്ടത്തിൽ സിവിൽ പോലീസ് ഓഫീസർ രജീഷ് കുമാറിന്റെ അന്വേഷണത്തിലാണ് ഫോൺ വീണ്ടെടുത്തത്. 1 വർഷം മുമ്പ് നഷ്ടപ്പെട്ട ഫോൺ കടൽ കടന്ന അന്വേഷണത്തിലൂടെ തിരികെ ലഭിച്ച സന്തോഷത്തിലാണ് മൊബൈലിന്റെ ഉടമ. 2 വർഷത്തിനുള്ളിൽ കാണാതായ 120-ലധികം ഫോണുകൾ രജീഷ് കുമാർ കണ്ടെത്തിയതായി CA ബിനു പറഞ്ഞു. ആക്ച്വലി ഈ മൊബൈലിൻ്റെ പ്രൊസസ് ചെയ്തിരുന്ന ആൾ, വാങ്ങിച്ചിരുന്ന ആൾ അറിഞ്ഞിരുന്നില്ല ഇത് നഷ്ടപ്പെട്ടു പോയതാണെന്ന്. അയാൾ സാധാരണ ഒരു മൊബൈൽ വാങ്ങിക്കുന്നത് വാങ്ങിച്ചു. ഈ മൊബൈൽ വാങ്ങിക്കുന്ന എല്ലാവരോടും കടകളിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് പുതിയ മൊബൈൽ ഇല്ലാതെ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഐഡൻറ്റിറ്റി ആരിൽ നിന്നാണ് കിട്ടുന്നത്, എന്താണത്, എതുവഴിക്ക് വന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഇപ്പോൾ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് തന്നെ ഏകദേശം ഒരു 120ഓളം ഫോണുകൾ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് CIR-ൻ്റെ സെൻട്രൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ എന്നാണ് അതിൻ്റെ പൂർണ്ണനാമം. അപ്പോൾ അതിൽ നിന്ന് രജിസ്റ്റർ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പക്ഷേ അതിൽ രജിസ്റ്റർ ചെയ്തതിന് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിൻ്റെ ഒപ്പം നിന്നാൽ മാത്രമേ നമുക്കത് കണ്ടെത്തി കൊടുക്കാൻ കഴിയുള്ളൂ. കാര്യം ഇത് നമ്മുടെ സ്റ്റേറ്റിലോ ജില്ലയിലോ മാത്രമായിരിക്കണമെന്നില്ല, ഇന്ത്യ മുഴുവനും ഇത് പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലോട്ട് പോകാൻ സാധ്യത. അതിനൊരു ഉദാഹരണമാണിത്. ഇന്ത്യക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇത് റിക്കവർ ചെയ്തെടുക്കുക വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ സൈബർ ടീമിൽ രജീഷ് ഇത് ഫോളോ അപ്പ് ചെയ്തിരുന്നു. ആ ഒരു ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഒരു നല്ല റിസൾട്ടോട്ട് ഇത് എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.